ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകണേ. അപ്പോൾ യാത്ര നമ്മൾ രാവിലെ വെളുപ്പിന് ഇറങ്ങിയുണ്ട്. കാപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ട് അങ്ങ് ഇറങ്ങി. കണ്ടോ, ഇഡലിയും സാമ്പാറും. പിന്നെ വരുന്ന വഴി ഏത്തക്കാപ്പം മേടിച്ചിട്ട് കടയിൽ അടിപൊളി ഏത്തക്കാപ്പം കൊണ്ട് സെറ്റാക്കി വെക്കുന്നത് കണ്ടുകൊണ്ട് അജിതയ്ക്ക് ഏത്തക്കാപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 ഏത്തക്കാപ്പം മേടിച്ചു. ഏത്തക്കാപ്പം കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാം. എന്താ നോക്കി, നല്ല വെടിക്കട്ട് ചൂട് അന്നേരം അവിടെ എടുത്തേ ഉള്ളൂ. ആണോ നോക്കി ഗൈസ്, ഇപ്പം മേടിച്ച് ഏത്തക്കാപ്പം വേണ്ടോ, പഴുത്ത് സെറ്റായിട്ടിരിക്കുന്നത്. ഈരെണ്ണം വെച്ചുണ്ട് ഇതാക്ക്. പക്ഷെ 2 അധികം കേട്ടോ, ഉമ്മാർ അടിച്ചോണ്ട് പോകും. 10 കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പം കഴിക്കട്ടെ. സൂപ്പർ. നിങ്ങൾ തിരുവനന്തപുരം വരെ പോണേ. തിരുവനന്തപുരത്ത് നമ്മള് പോകുന്ന ആശ്രമത്തിലെ ഞങ്ങൾ പൊറ്റിച്ചാമയാണ് കളിക്കുന്നത്. ബ്രഹ്മാനന്ദ ചൈതന്യതാണ് സന്യാസനാമം. സ്വാമി സത്യാനന്ദ സരസ്വതി തിരുപ്പാദങ്ങളുടെ ശിഷ്യനായിരുന്നു. ആ പോറ്റിസ്വാമി സമാധിയായി 1 മാസമായോ, 1 മാസം മുമ്പേ. അപ്പൊ ഇത് ശ്രദ്ധാഞ്ജലിയും യതിപൂജയുണ്ട്. കണ്ടോ ബൈക്കേഴ്സൊക്കെ കണ്ടോ. ഞങ്ങളുടെ റോഡ് സൈഡില് പത്തനാപുരം കഴിഞ്ഞ് MC റോഡ് ഇറങ്ങുന്ന വഴിയുണ്ടല്ലോ, നമ്മളാ വെട്ടിക്കോട് അമ്പലം കഴിഞ്ഞ്. അപ്പൊ ആ ഭാഗത്ത് നല്ല ലൊക്കേഷൻ കണ്ടു നിർത്തി കഴിപ്പ് തുടങ്ങി. ഇതുകൊണ്ട് ഒരു ചോമ്പ് ഇടില്ല. നല്ല സ്ഥലമാണ് ഇവിടെ കേട്ടോ, വലിയ സ്ഥലം. വെളിഭാഗം ഉണ്ടോ, പക്ഷെ ഇങ്ങനെ ഉണ്ട് ഞാൻ അറിയത്തില്ല. ശരിക്കും ഒരു ഹെലിക്കാൻ വെച്ച് ഷൂട്ട് ചെയ്ത് ഞാൻ വെടിക്കെട്ടായിരിക്കും നല്ല, പക്ഷെ നമുക്ക് ഹെലിക്കാമില്ല. റോഡിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴേ ഇതേ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന് അതിലേക്ക് ഭയങ്കര വീക്ക്നെസ് ആവും ഈ റോഡിൽ നിന്ന്. കരിപ്പൊടി എന്തിടാ പൊടിയേ വാളാൻ ചേട്ടാ. നമ്മൾ ആൾക്കാരെയൊക്കെ ഒന്ന് വിഷ് ചെയ്യും, നമ്മുടെ കുടുംബാംഗങ്ങളെ. കഴിച്ചിട്ട് കാണാം. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇച്ചിരി കടിഞ്ചായം കൂടെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. കടിഞ്ചായ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടേ. കണ്ടോ, നമ്മളിവിടെ ഒരു സ്വല്പം പോലും വേച്ചിട്ടിട്ടില്ല. വെള്ളം കൊണ്ടൊക്കെയോ നമ്മൾ 2 കുപ്പി, വലിയ കുപ്പി വെള്ളവും. ഇത് കണ്ടോ, ഈ കുപ്പി കണ്ടോ, 2 കുപ്പി വെള്ളം, കൈ കഴുകാനും പാത്രം കഴുകാനും എല്ലാം സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി തേയില വെള്ളം എടുത്തിട്ടുണ്ട്. അതും കുടിച്ച് യാത്ര തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ വേസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ, എല്ലാം കഴുകി സെറ്റാക്കി. വേസ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ അഥവാ ഉള്ള വേസ്റ്റ് നമ്മൾ കവറിൽ കെട്ടി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേസ്റ്റുകൾ. അത് നമ്മൾ വീടിൻ്റെ അവിടെ കൊണ്ട് കളയത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് യാത്ര തിരിക്കുകയാണ്. വീണ്ടും കാണാം. കടിഞ്ഞായ രാവിലെ സെറ്റാക്കിയിട്ടുണ്ടോ, ആയി വറക്കുന്നുണ്ടോ. കൊച്ചിനൊക്കെ ചായ കുടിക്കട്ടെ കേട്ടോ, കടിഞ്ഞായ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കടുങ്കാപ്പിക്ക് അടിമയാണ്. ഈ കടിഞ്ഞായ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടിഞ്ഞായ കുടിക്കുന്നത്. ഓക്കെ, കാണാം. സമാരംഭിക്കുന്നു. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ അവർകൾ, ശ്രീ വി മുരളീധരൻ അവർകളെ പൂജനീയ സ്വാമിജി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപാദങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീരാമദാസ മിഷന്റെ അധ്യക്ഷൻ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി സ്വാമിജി, സ്വാമിയുടെ ശ്രദ്ധാഞ്ജലി കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി വിശിഷ്ടപ്പെട്ട അതിഥികളും ഒരുപാട് സന്യാസിവര്യന്മാർ വന്നിട്ടുണ്ട്, പല മഠങ്ങളിൽ നിന്ന്, പല ആശ്രമങ്ങളിൽ നിന്ന്. അപ്പോൾ ഇനിയും അടുത്ത ചടങ്ങ് യതിപൂജയാണ്. ഇവിടെ യതിപൂജ ചെയ്യാൻ വന്നേക്കുന്ന ഗുരുവര്യന്മാരെ ഈ ജ്യോതിഷേത്രന്ന് കാണിച്ചേ. ഇത് സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ സമാധി മണ്ഡപമാണ്. ഈ ജ്യോതിഷേത്രത്തിലേക്ക് അവരെ ആനയിച്ചുകൊണ്ട് വരും. സന്യാസിമാരെ ആനയിച്ചുകൊണ്ട് വരുവാണ്.
രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സന്യാസിമാരെ ഇങ്ങനെ സ്വീകരിച്ച് സ്വാമിജിയുടെ സമാധിയുള്ള ക്ഷേത്രത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയാണ്. കുറച്ചുപേരെ കൊണ്ട് ഓരോരുത്തരുടെ അവിടുന്ന് പേര് വിളിക്കുന്നതനുസരിച്ച് പ്രവർത്തകരെ കൊണ്ട് ആനയിക്കും. അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണുപ്രിയാനന്ദപുരി മാതാജി, യോഗാനന്ദ സ്വാമിജി, സ്വാമി ഭാഗത്തെ സംരക്ഷിക്കുകയും സനാതന ധർമ്മജ്ഞാനം ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുകയുമാണ് സന്യാസധർമ്മം. സാധനാനുഷ്ഠാനങ്ങളും സാമാജിക സംരക്ഷണവും സന്യാസിമാരുടെ ഭൗതിക ജീവിത വിഷയങ്ങളെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാക്കി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. യതിപൂജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങിന് അതായത് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തീർത്ഥാടനങ്ങൾ 2006 നവംബർ 26 സമാധിയായപ്പോൾ സ്വാമിജിയെ സമാധിയിരുത്തി. ഇന്ന് സമാധി മണ്ഡപമാണിത്. ഇത് 7 നിലകളായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതിന് 108 അടി ഉയരമുണ്ട്. ആ കാണുന്ന ഡോമുണ്ട് ഇങ്ങനെ പിച്ചിലായി തീർത്തേക്കുന്നത്, അതേപോലെ ഫുള്ളും പിച്ചില കൊണ്ട് പൊതി രാമായണ കഥകൾ ആലേഖനം ചെയ്ത ചിത്രപ്പണികളൊക്കെ അകത്ത് വരുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അങ്ങനെ ആ ഒരു സങ്കല്പമുണ്ട് ഇതിന് പിന്നിൽ. ഈ ചുറ്റിനും ഒരു പ്രദക്ഷിണ മണ്ഡപമുണ്ട്. ഈ കാണുന്നതാണ് പ്രദക്ഷിണ മണ്ഡപം. സന്യാസിമാരെ യഥാവിധി പൂജിച്ച് അവർക്ക് വേണ്ടുന്ന ദക്ഷിണയും വസ്ത്രവും അങ്ങനെയെല്ലാം കൊടുത്ത് പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് യതിപൂജ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഉപേക്ഷിതരായിരിക്കുന്ന സന്യാസിമാർ. അകത്ത് ജ്യോതിഷത്തിൽ സന്യാസിമാർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് പേര് ജ്യോതിഷത്തിൻ്റെ സോപാനത്തിൻ്റെ അവിടെ ആനയിച്ചിരുത്തിയേക്കുവാണ്. ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യതിപൂജ കേസുള്ള പ്രസാദത്തിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രസാദം കഴിച്ചു കഴിച്ചു അജിത കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ആ പരിപാടികളാണ് നടക്കുന്നത്. ഇത് സ്കൂളും കൂടെ ഉണ്ട്. ആസ്വാദന സ്കൂളുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ആദ്യം പ്രസാദം വിളമ്പിയത് വന്ന സന്യാസികൾ 118 സന്യാസിമാരുണ്ട്. ആ സന്യാസിമാർക്ക് പിന്നീട് ഒരു സ്കൂളുണ്ട്. ആസ്വാദന സ്കൂളിലെ കുട്ടികൾക്ക്, പിന്നെ ബാക്കി സീറ്റുകൾ അല്ലാത്ത ആൾക്കാർ. അങ്ങനെ ആവുകൊണ്ടിരിക്കുകയാണ് പ്രസാദം അങ്ങോട്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പോറ്റുസ്വാമിയുടെ ശ്രദ്ധാഞ്ജലിയിൽ പങ്കെടുത്തു. ശ്രദ്ധാഞ്ജലിയുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പൂജയായ യതിപൂജ, പിന്നെ പ്രസാദമൂട്ട് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.